5 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് മുഖത്ത് ചവിട്ടി വല്ല ചെക്കനുമൊത്ത് അവനൊരു വഞ്ചകനാണ്, അവനൊരു ചതിയനാണ്. മക്കളെ, അവന് നീ മാത്രമായിരിക്കില്ല, അത് അവരുടെ ശൈലിയാണ്. അവന് വേറെ പെൺകുട്ടികളുണ്ടാവും, നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നു, മക്കളെ, 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഇവര് കാരണം നശിച്ചത് 2 കുടുംബങ്ങളാണ്. ഒന്ന് ഈ പെണ്ണിൻ്റെ ഭർത്താവ്, 2 ആ ഭാര്യ, ഇയാളെ ഭാര്യയും 3 മക്കളും. 2 കുടുംബമാണ് നശിച്ചത്. നിങ്ങൾക്ക് ഒളിച്ചോടണം എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ, ഇനി ഒളിച്ചോടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നിലവിൽ ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ നിങ്ങളിരുന്ന് സംസാരിക്കുക. എനിക്ക് ജീവിച്ചു പോകാൻ താല്പര്യമില്ല. ഒരു 7 വയസ്സുള്ള മകനെയും കൊണ്ട് ഒളിച്ചോടിപ്പോയ ഷാലായെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു മഹല്ലിലെ ഉസ്താദ് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ വെച്ച് തരാം. കാരണം ഇതിപ്പോൾ നിരന്തരം ഇങ്ങനെയുള്ള കേസ് കെട്ടുകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഷഹലയുടെ കേസോടുകൂടി ഇത് മിക്കവാറും ഇനി ഇങ്ങനെ നടക്കാൻ സാധ്യതയില്ല. കാരണം അത്രമാത്രം സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഷഹല ചീഞ്ഞ് നാറിയിരിക്കുകയാണ്. അപ്പം ഇത് കണ്ടിട്ടെങ്കിലും ഇനി ഒരാളും ഇതുപോലെ ചെയ്യരുത്, ഒരാളും ഇനി ചെയ്യത്തില്ല. കാരണം അത്രമാത്രം ചീഞ്ഞ് നാറി. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ കുറച്ച് ആളുകളിലേക്ക് ഇത് എത്തത്തുള്ളൂ. എന്നാൽ മാത്രമേ ഇനി ഒരു ഷഹലമാർ ഉണ്ടാവാതിരിക്കൂ. അപ്പോൾ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ കുറേ ആളുകളിലേക്ക് വീഡിയോ എത്തത്തുള്ളൂ. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പം ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കുന്നുണ്ട്. ഷാലായ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റാണ്. ഷാലായ എവിടെ നിന്നും കിട്ടിയിട്ടില്ല, ഇതുവരെ പിടിച്ചിട്ടില്ല. അത് നമ്മളെ കേരള പോലീസിൻ്റെ കഴിവേട് തന്നെയെന്ന് പറയണം. ഇത്രയും ദിവസമായിട്ടും പരാതി കൊടുത്തിട്ടും ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞില്ലേ? ഇത്രമാത്രം സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പോലീസിന് ഇവരെ പിടിക്കാൻ വെറും സിമ്പിളായിട്ടൊന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, പോലീസ് ഇതുവരെ പിടിച്ചിട്ടില്ല. ഓക്കെ, പോലീസ് പിടിച്ച് ഇതുവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരവന്മാരും ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു പ്രവാസി നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് 2 വർഷം പ്രവാസ ലോകത്ത് പോയി. ഈ പ്രവാസിയാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും ഒരു കുടുംബവും ഈ ഒരു വിഷയത്തിൽ തകരാൻ പാടില്ല. ഇവിടെ ഇപ്പം തകർന്നത് 2 കുടുംബങ്ങൾ മാത്രമല്ല, അതിലുള്ള 4 കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ കൂടിയാണ് തകർന്നത്. ഇപ്പോൾ ഈ ഷാലാടെ പോയിരിക്കുന്ന 7 വയസ്സുള്ള കുഞ്ഞിൻ്റെ കാര്യം നമുക്ക് എന്താവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് ഇവളെ കൊണ്ടുവന്നില്ലെങ്കിലും ഈ കുഞ്ഞിനെയെങ്കിലും സംരക്ഷിച്ച് സേഫായിട്ടുള്ളൊരു ആളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ എല്ലാവരും ഒന്ന് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം. ഇതുപോലുള്ള ഷഹലമാരെ വെറുക്കുന്ന ആളുകൾ, ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകൾ കാണും, വെറുക്കുന്ന ആളുകൾ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം. ഈ ന്യായീകരിക്കുന്ന ആളുകളോട് ഒരുപാട് പുച്ഛം മാത്രമാണ്. ഇതൊക്കെ അവരവരുടെ കുടുംബത്ത് വരുമ്പോഴേ അവരൊക്കെ പഠിക്കത്തുള്ളൂ. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ ഇവിടെ ഒരു വീഡിയോ വെച്ച് തരാം, അതിനുശേഷം ഉസ്താദിൻ്റെ 1-2 വീഡിയോ വെച്ച് തരാം. അതിനുശേഷം ഉസ്താദ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു വിഷയത്തിന് ശേഷം ഒരു മഹല്ലിലെ ഉസ്താദ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വെച്ച് തരാം. അപ്പോൾ അതിന് മുമ്പിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കണേ. ഈ 3 മക്കളുള്ള, നിലവിലൊരു ഭാര്യയുള്ള ഒരാളൊപ്പാണ് ഇവളെ ഒളിച്ചോടിയിട്ടുള്ളത്. കുറേ ആൾക്കാർ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ വന്ന് കമൻറ്റ് ചോദിക്കുന്നുണ്ട്, അവളെ കിട്ടിയോ എന്ന്. അവളെ കിട്ടിയിട്ട് എന്താ ഇനി കാര്യം? ആ കുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതേ ഇനി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇവരെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇന്നും ഒരു സംശയം നിലനിൽക്കുന്നത്, ഈ നിലവിൽ ഇയാൾക്ക് ഒരു ഭാര്യയും 3 മക്കളും ഉണ്ട്. ഇവൾ ചിലപ്പോൾ ഈ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കെയറിങ്ങോ എന്തെങ്കിലുമൊക്കെ കിട്ടാത്തതിൻ്റെ പേരിലാണ് പോയതെന്ന് വിചാരിക്കുക. സ്വന്തം ഇത്രയും 3 മക്കളാകുന്നത് വരെ ഒന്നിച്ച് ജീവിച്ച ഒരു ഭാര്യനെ ഉപേക്ഷിച്ച് ഇവളൊപ്പം പോയ ഇവന് എന്ത് കെയറിങ് കൊടുക്കാനാണ്? സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കാത്ത എന്ത് കെയറിങ് ആണ് ഇവന് ഈ വന്ന പെണ്ണിന് കൊടുക്കുന്നത്? അതേപോലെ തന്നെ നിലവിലൊരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പെണ്ണ് കാലാകാലം ഇവൻ്റെ ഒപ്പം നിലനിൽക്കുന്ന ഇവൻ എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇവർ കാരണം നശിച്ചത് 2 കുടുംബങ്ങളാണ്. ഒന്ന് ഈ പെണ്ണിൻ്റെ ഭർത്താവ്, 2 ആ ഭാര്യ, ഇയാളെ ഭാര്യയും 3 മക്കളും. 2 കുടുംബമാണ് നശിച്ചത്. നിങ്ങൾക്ക് ഒളിച്ചോടണം എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ, ഇനി ഒളിച്ചോടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നിലവിൽ ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ നിങ്ങളിരുന്ന് സംസാരിക്കുക. എനിക്ക് ജീവിച്ചു പോകാൻ താല്പര്യമില്ല, എനിക്കെന്താക്കുക ഡിവോഴ്സ് തരിക, ഞാൻ വേറൊരാളൊപ്പം സ്നേഹിക്കുന്നത് വേറൊരാളൊപ്പം പോകാൻ തയ്യാറാവുകയാണ്. അങ്ങനെ പറയുന്ന ഒരാളെ ആരും തടഞ്ഞു വെക്കില്ല. നിങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്ത് പോകുമ്പോൾ
നിങ്ങളെ രണ്ടാൾക്കാരുടെ ജീവിതവും മെച്ചപ്പെട്ടു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ മക്കളെ ജീവിതമാണ്. ഈ ഫോട്ടോ എല്ലാം ഇങ്ങനെ ഫേസ്ബുക്കിലെല്ലാം കടന്ന് കളിക്കുന്നുണ്ട്. എല്ലാവരും ലക്ഷം ആൾക്കാരുടെ അടുത്തെത്തി. അയാളുടെ മക്കൾ, ഈ പെണ്ണിൻ്റെ ഫോട്ടോയിൽ കാണുന്ന ഈ കുട്ടി എത്ര കാലം കഴിഞ്ഞാലും ഇത് നിൻ്റെ ഉമ്മയല്ലേ അല്ലെങ്കിൽ ഇത് നിൻ്റെ ഉപ്പയല്ലേ എന്ന് ചോദ്യം കേട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നടക്കണം. ഈ ഒരു അവസ്ഥയൊക്കെ ഇല്ലാതാക്കുന്നതിൽ നല്ലതല്ല. നിങ്ങൾ എന്തോ ചെയ്ത് നിങ്ങൾക്ക് നിയമപരമായിട്ട് വേർപെട്ടിട്ട് ആരപ്പേലും പോയിക്കോ, അത് ആർക്കും പ്രശ്നമല്ല. അപ്പോൾ ഒരു കുടുംബത്തിനെയും ബാധിക്കില്ല. ഇങ്ങനെ എല്ലാവരെയും വഴിയാധാരാക്കിയിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് എന്ത് നേട്ടം കിട്ടാൻ പോകുന്നു? ആരും അത്ര നല്ലവരൊന്നുമല്ല. ചെറിയ ഉടായ്പകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരുപാട് വട്ടം ചിന്തിക്കണം. ഈ ബാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, ആങ്ങളമാരുണ്ട്. ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം. കാരണം ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ ഇത് ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് ലോകം മൊത്തം പടർന്ന് പന്തലിക്കും. പിന്നെ ഈ നാട്ടിലുള്ള പ്രവാസികളെ ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഇവിടെ ഈ പ്രവാസികൾ വറ്റി വരണ്ട് കിടക്കുകയെന്നാണ്. ഇവിടെ പൈസ കൊടുത്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. പാലിൻ്റെ നിറമുള്ള പെണ്ണുങ്ങളെന്ന് കേട്ടിട്ടില്ലേ? അതേപോലത്തെ ആൾക്കാർ വരെയുള്ള സ്ഥലമാണ് ഈ പ്രവാസ ലോകം എന്ന് പറയുന്നത്. പൈസ കൊടുത്തിട്ടും അല്ലാതെയും ഒരുപാട് സംഭവങ്ങൾ, ചാൻസുകൾ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ എന്തുകൊണ്ടായി ചെയ്യുന്നില്ല എന്നറിയോ? നമ്മളിവിടെ വന്ന് തൊഴിലെടുക്കാനാണ്. നാട്ടിൽ എന്നെ പ്രതീക്ഷിച്ച് ഒരു കുടുംബവും മക്കളും ഉണ്ടെന്നുള്ള ബോധം, ആ ബോധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളെ പറ്റിക്കപ്പെടുന്നത്. നേരെ മറിച്ചോ ഇതേപോലെ ഏതെങ്കിലും കോന്തം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പാടെ ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഇവിടെ എല്ലാം ഫസ്റ്റ് നിങ്ങൾക്ക് ഒന്നിലും തൃപ്തി ഇല്ലെങ്കിൽ നിങ്ങൾ പാർട്ട്നേഴ്സിനോട് തുറന്ന് സംസാരിക്കുക. ഇന്ന പോലെ വിഷയമുണ്ട്, ഇത് സെറ്റാകുന്നില്ല, ഓക്കെ, ഒഴിവായി പോവുക. എന്തിനാണ് ഇങ്ങനെ എല്ലാവരും ലൈഫും ഇല്ലാതാക്കിയിട്ട് ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ നിൽക്കുന്നത്? എത്ര ആൾ ഇതിനോടകം ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരെയൊന്നും കിട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ ആ വീഡിയോ ചെയ്തതും ഈ വീഡിയോ ചെയ്തതും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതും ആ കുട്ടി നഷ്ടപ്പെടരുത്. ഇനിയിപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഇതെൻ്റെ മോനല്ല എന്ന് പറഞ്ഞാൽ അയാളെങ്ങനെ ഇവൻ ഈ കുട്ടീനെ കൊന്നാലോ? സ്വന്തം ഉപ്പാക്ക് ആ കുട്ടീനെ നഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരെവിടെയോ പോട്ടെ, പക്ഷേ ആ കുട്ടീനെ കണ്ടു കിട്ടുന്നവരെ നമ്മൾ ഈ മാറ്റർ വിടരുത്. കാരണം ഒരു കുരുന്ന് ജീവൻ ഇവരെ ഈ കാമക്കളീൻ്റെ പേരിൽ ഇല്ലാതെ ആവരുത്. ഈ സഹോദരൻ പറയുന്നത്, ഈ ചങ്ങായി പറയുന്നത് കറക്റ്റ് കാര്യമല്ലേ? കറക്റ്റ് കാര്യം തന്നെയാണ്. ഈ ശകല പോയത്, പല ആളുകളും പല കാര്യങ്ങളാണ് പറയുന്നത്. ശകല പോയത് റാഫി എന്ന് പറയുന്ന അവിടെ ഈ ശകലയുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെ പോയതാണ് ഉറപ്പ്. പക്ഷെ അവൻ്റെ പേര് റാഫി എന്ന് പറയുന്നുണ്ട്, നായിക്കാട്ട് റാഫി എന്നാണ് അവനെ വിളിക്കുന്നത്. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് വേറെ ഒരു സംഖ്യയാണെന്നും പറയുന്നുണ്ട്, ബാംഗ്ലൂരാണ് പോയെന്നും പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവളെയും കാണിച്ചത് ഇപ്പോൾ ഈ ചങ്ങാതി പറഞ്ഞതുപോലെ നിയമപരമായിട്ട് അവർക്ക് ബന്ധം ഒഴിഞ്ഞിട്ട് അങ്ങനെ പോകായിരുന്നു. പിന്നെ ഇതിനെ ന്യായീകരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ ശകലാക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രവാസിയായിട്ടുള്ള ഭർത്താവിൽ നിന്ന് വേണ്ടുന്ന രീതിയിലുള്ള സന്തോഷങ്ങൾ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടുമാണ്, കരുതലും സന്തോഷവും സ്നേഹവും ഒന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഇവൻ്റെ കൂടെ പോയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇവള് അങ്ങനെ പോയവളാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കത്തില്ലേ, ഇവനിക്കും 3 മക്കളുണ്ട്, ഒരു സ്ത്രീയാണ് അവിടെയും ഓപ്പോസിറ്റും ഇരിക്കുന്നത്. ആ 3 മക്കൾക്ക് ഒരു തള്ളയും കൂടെ ഉണ്ട്. അപ്പം അവരും ഒരു സ്ത്രീയാണ്. അപ്പം ഇവരെ കണ്ണീരിലാക്കിയിട്ട് ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു കുടുംബമാണ് നശിക്കുന്നതെന്ന് ഒരു ചിന്തയെങ്കിലും ഇവർക്ക് വേണ്ടായിരുന്നു. അപ്പം ഇതിനെ ന്യായീകരിക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും ന്യായീകരിക്കാം. അങ്ങനെ ന്യായീകരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇങ്ങനൊരു മൈൻഡ് സെറ്റ് കൊണ്ട് കിടക്കുന്ന ആളുകളായിരിക്കും. ഒരിക്കലും ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊന്നും ഇതിനെ ന്യായീകരിക്കത്തില്ല. ഇവള് ചെയ്തത് തെറ്റ് തന്നെയാണ്. നിയമപരമായിട്ട് ഇവർക്ക് ബന്ധം ഒഴിഞ്ഞിട്ട് ആരൂടെ വേണമെങ്കിലും പോകായിരുന്നു. പിന്നെ അതല്ല, 7 വയസ്സുള്ള കുഞ്ഞിനെ അതിനെ ഈ പ്രവാസിയായിട്ടുള്ള ആ വ്യക്തിയുടെ വീട്ടിലേൽപ്പിച്ചിട്ട് ഇവർക്ക് പോകുമായിരുന്നു. അതും ചെയ്യാതെ ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി. നാളെ ഒരു സമയത്ത് പിടിക്കപ്പെടുവാണെങ്കിൽ ആ ഒരു പേരും പറഞ്ഞിട്ട് നിയമത്തിൽ നിന്ന് ഊരി വരാലോ എന്നുള്ളൊരു തോട്ടായിരിക്കാം. എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു മഹല്ലിലെ ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം 2-3 ദിവസം കൊണ്ട് ഉസ്താദിന് ഇതാണ് വിഷയം, വേറൊന്നുമല്ല. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും കുറേ ആളുകൾ പറയുന്നുണ്ട്, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള പെണ്ണുങ്ങളാണ് ഇപ്പം ഇങ്ങനെ കൂടുതൽ ചെയ്യുന്നതെന്ന്, പ്രത്യേകിച്ച് പ്രവാസികളുടെ ഭാര്യമാർ. അപ്പം എന്തായാലും നിങ്ങൾ ഈ ഉസ്താദ് പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കി. അതിനുശേഷം ഉറപ്പായിട്ട് നിങ്ങൾ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, കാരണം എല്ലാവരിലും എത്തണം. കാരണം ഇനി ഇതുപോലൊരു ശകലമാർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒരു 10 പേരെങ്കിലും കാണണമെന്ന് പറയുന്നത്. ചാനലും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്
ഫോളോ ചെയ്ത് വെക്കുക. ശാലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഉസ്താദ് പറയുന്നതും കൂടെ ഒന്ന് കണ്ടു നോക്കേ. 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് മുഖത്ത് ചവിട്ടി വല്ല ചെക്കനുമൊത്ത് അവനൊരു വഞ്ചകനാണ്, അവനൊരു ചതിയനാണ്. മക്കളെ, അവന് നീ മാത്രമായിരിക്കില്ല, അത് അവരുടെ ശൈലിയാണ്. അവന് വേറെ പെൺകുട്ടികളുണ്ടാവും, നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നു, മക്കളെ, 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഉമ്മയുടെ മാരടത്തിൽ ചവിട്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അനുഭവിച്ചിട്ടേ മരിക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ. മോളെ, അല്ല വിടില്ല നിന്നെ, പടച്ച റബ്ബ് നിന്നെ വിടില്ല. അത് നീ ഓർത്തൽ മതി. ആരെയാ നീ വേദനിപ്പിക്കുന്നത്? നിന്റെ പൊന്നുമ്മയെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. മോളെ, നീ അങ്ങേ ഉമ്മയുടെ നെഞ്ചത്തെ ചവിട്ടി ആ ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ അവൻ്റേത് കഴിഞ്ഞാൽ മക്കളെ, അവൻ നിങ്ങളെ വലിച്ചെറിയും, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. വയനാട്ടിലും നീലഗിയിലും ചാടിപ്പോക്ക് കൂടുന്നുണ്ടെന്നാ കേൾക്കുന്നത്. അവൻ നിങ്ങളെ വലിച്ചെറിയും. അവൻ്റേത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, അവൻ വലിച്ചെറിഞ്ഞാൽ ആർക്കും വേണ്ടാത്തവളായി, ആരുമില്ല, കഴിഞ്ഞു. പിന്നെ പല ഭാഗത്തും ആരുമില്ലാത്ത രൂപത്തിൽ ബസ് സ്റ്റോപ്പുകളിലോ മറ്റോ ഏതെങ്കിലും വാടക മുറികളിലോ മറ്റോ മോളെ നീ ഇരിക്കുന്ന വിവരം അറിഞ്ഞാൽ കുടുംബത്തിൽ ആര് വരും നിന്നെ കാണാൻ? കുടുംബത്തിൽ ആര് വരും? അതുപോലെ തന്നെ നാട്ടിൽ ആരെങ്കിലും വരുമോ? പക്ഷേ ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന മക്കളോട് പറയുന്നു, മോളെ, ആര് നിന്റെ മുഖത്ത് നോക്കാനും വിളിക്കാനും നിന്നെ കാണാനും വന്നില്ലെങ്കിലും ആകാശത്തിന്റെ ചുവട്ടിൽ അല്ലാഹു തആല പടച്ച പടപ്പുകളിൽ ഒരു ജീവി നിന്റെ അരികിലേക്ക് വരും. മോളെ എന്ന് വിളിക്കും, നിന്നെ അടച്ചുകൂട്ടും, വീട്ടിൽ കൊണ്ടുപോയി വയറ് നിറയെ ഭക്ഷിപ്പിക്കും. നീ ഒരു വ്യഭിചാരി പെണ്ണാണെന്നും നന്ദി കെട്ടവളാണെന്നും ചാടിപ്പോയവളാണെന്നും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ആ ജീവി മോളെ എന്ന് വിളിക്കുന്നത്. വയറ് നിറയെ ഭക്ഷിപ്പിക്കും. ആരാണെന്നറിയോ? മോളെ, ഞാൻ മോളെ നിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉമ്മയുടെ കൂടെ പോകില്ല എന്ന് പറഞ്ഞ സമയം നിന്റെ കാൽക്കലേക്ക് വീണ ഉമ്മയില്ലേ മോളെ, ആ ഉമ്മയാണ് ഇപ്പൊ നിന്റെ അരികിലെത്തിയിട്ടുള്ളത്. വേറുള്ളവർക്കൊക്കെ പരിധിയുണ്ട്, ആ ഉമ്മാക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. കാരണം ആ ഉമ്മയാണ് നിന്റെ അടുത്ത് വന്ന് മോളെ എന്ന് വിളിച്ചിട്ടുള്ളത്. നീ ബെടക്കാണെന്നറിഞ്ഞാലും നിന്നെ കൈയൊടിക്കാൻ പറ്റില്ല. അശദ്ദു മിനൽ മൗത്ത്, അശദ്ദു മിനൽ മൗത്ത്. ഞാൻ എൻ്റെ പെൺമക്കളോട് പറയുന്നു, മോളെ, നമ്മുടെ ശരീരത്തിലുള്ള ഈ വഅ്ള് പറയുന്നവന്റെ മാറിടത്തിലുള്ള എല്ലുകൾ എന്റെ ജീവനുണ്ടായിരിക്കെ കൊത്തിമുറിക്കപ്പെട്ടാൽ എന്റെ വേദന എത്രയാ? അതിനേക്കാളും വലിയ വേദന മോളെ നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട്. പാവമാണ്. നമ്മുടെ ശരീരത്തിലുള്ള 20-25ഓളം നരമ്പുകൾ ജീവനുണ്ടായിരിക്കെ വലിച്ചെടുക്കുന്നുവെങ്കിൽ ബ്ലേഡ് കൊണ്ട് തൊലിമുറിച്ച് ആ നരമ്പുകൾ അങ്ങ് ഊരി വലിച്ചെടുക്കുന്നുവെങ്കിൽ എൻ്റെ കുട്ടികളെ നമ്മുടെ വേദന എത്രയാ? അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട്. ഇതാണ് ഉമ്മ. അശദ്ദു മിനൽ മൗത്ത്, മരണത്തെക്കാളും ശുദ്ധത്താണ് പ്രസവ വേദന. ആ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് നമ്മയായി വളർത്തിയ നമ്മുടെ പൊന്നു ഉപ്പ, ഒരു വേള ഞാൻ പറയുന്നു, ഉമ്മയെക്കാളും പാവമാണ് നമ്മുടെ ഉപ്പ. പുതിയ തലമുറയിലെ മക്കൾക്ക് ഉപ്പാനെ തിരിയാതെ പോകുന്നുണ്ട്. പുതിയ തലമുറയിലെ മക്കൾ, ആൺകുട്ടികൾക്കും പെൺമക്കൾക്കും ബാപ്പയുടെ മഹത്വം തിരിയാതെ പോകുന്നുണ്ട്. മോളെ, നിനക്കാദ്യമായി സ്വർണത്തിന്റെ ഒരു മോതിരം ഉണ്ടാക്കി തന്ന ഉപ്പ ഉമ്മയാണ്. നോക്കും, നമുക്ക് ധാരണയുണ്ട്, ശരിയാണ്. പക്ഷേ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നതും നമുക്ക് വേണ്ടി ഹമ്മ് വെച്ച് നടക്കുന്നതും നമുക്ക് വേണ്ടി കടം വാങ്ങുന്നതും
എല്ലാം നമ്മുടെ പൊന്നുപ്പയാണ്. 18 കൊല്ലത്തോളം നമ്മ വളർത്തുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനു വേണ്ടി കാശ് ചെലവഴിക്കുകയും അധ്വാനിക്കുകയും അതോടുകൂടെ മോളെ നിന്നെ കെട്ടിക്കാനാകുമ്പോഴേക്കും 10, 20, 25 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഒപ്പിച്ചുണ്ടാക്കിയിട്ട് അങ്ങനെ നോക്കി നടക്കുന്ന, ആ നിലക്ക് ചിന്തിച്ച് കടക്കാരനായി നടക്കുന്ന നമ്മുടെ സാധുവായ ഉപ്പ, ആ ഉപ്പയെ നാണം കെടുത്തി, ആ ഉപ്പയെ വഷളാക്കി ഏതോ ഊരി ചുറ്റി നടക്കുന്ന ഒരു ചെക്കന് വേണ്ടിയിട്ട് പൊന്നുപ്പയെ നാണം കെടുത്തി ഉപ്പാന സമൂഹത്തിലേക്കും പള്ളിയിലേക്ക് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ പൊന്നുപ്പയെ നാണം കെടുത്തി ചുറ്റി നടക്കുന്ന ചെക്കന്മാരുമൊത്ത് ഇറങ്ങിപ്പോകുന്ന മക്കളെ അനുഭവിച്ചിട്ടേ നിങ്ങൾ മരിക്കും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എനിക്ക് 2 ചരിത്രം പറഞ്ഞു പോകാൻ അറിയാത്തവനല്ല, ഞാൻ അത്രേ പറയുന്നുള്ളൂ. വയനാട് പ്രദേശത്തും ചാടിപ്പോക്കുകളുണ്ടെന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം നടത്തുന്നത്. മനസ്സ് വേദനിക്കുന്ന വേദനാജനകമായ ഒരു കാഴ്ചയാണിത്. ഒരു ഷഫഖത്തുമില്ല, ഒരു കൃപയുമില്ല, ഒരു മഹബത്തുമില്ല. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. പെൺകുട്ടികളെന്നല്ല 4 മക്കളുള്ളൊരു പെണ്ണ് പടുത്ത് ചാടിപ്പോയി നമ്മുടെ പരിസരത്ത്. സ്ഥലം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ പരിസരത്ത് 4 കുട്ടികളുള്ള ഒരു പെണ്ണ്. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ ആമീൻ പൊന്നില്ലല്ല. നിങ്ങൾ എന്താ ഒരു നമ്മളെ പഴയ ആചാരങ്ങളായിരിക്കണേ. പൊന്നാര ആചാര്യ, നിങ്ങൾക്ക് ഒരു ബന്ധുവില്ലല്ലോ ഇപ്പൊ നിങ്ങള്. അള്ളാഹ് ആഫിയത്ത് തരട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പോ അപ്പൊ ഞാൻ പറയുന്നത്, നോക്കി നിങ്ങള്, വല്ലാത്ത ഒരു വിഷമകരമായ ഒരു കാലം. 4 മക്കളുള്ള പെണ്ണ് ചാടിപ്പോകുക എന്ന് പറഞ്ഞ എന്താ ഈ കേൾക്കുക? നിങ്ങളൊന്ന് പറയും. അയാള് ഗൾഫിൽ ജോലി ചെയ്യുന്നത് എനിക്കറിയാം, അയാളെ ത്യാഗം എനിക്കറിയാം. ഞാൻ ചെറുപ്പക്കാരാ നിങ്ങളോടൊക്കെ പറയാ, 5:30 മണിക്ക് അയാൾ കട തുറക്കും. ഏത് നമ്മളെ ബൂഫിയ കഫ്റ്റേരിയ എന്നൊക്കെ പറയില്ലേ, ആ പെട്ടിക്കട 5:30 മണിക്ക്. ഉടമ വേറെയാണ്, അയാൾ സ്വന്തം നടത്തുന്നല്ല.